ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വീട്ടിലൊക്കെ ചപ്പാത്തി തയ്യാറാക്കി വെച്ചാൽ അപ്പോൾ അത് കുറച്ചൊക്കെ ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3 ബാലൻസ് വരും. അപ്പോൾ വൈകിട്ട് എല്ലാവർക്കും കഴിക്കാൻ ഇച്ചിരി മടിയല്ലേ, ചപ്പാത്തിയൊക്കെ ഒന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ വലിയ ടേസ്റ്റൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ച് ആരും അങ്ങനെ കഴിക്കത്തില്ല. എന്നാൽ നമുക്ക് ആ ചപ്പാത്തി കൊണ്ട് ഇപ്പോൾ രാവിലെ തയ്യാറാക്കിയ ചപ്പാത്തി വൈകിട്ട് ബാലൻസ് വന്നാൽ അതുകൊണ്ട് നല്ലൊരു കിടിലൻ റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അപ്പോൾ ആദ്യം നമുക്കിതാ അതിന് ആവശ്യത്തിനായിട്ട് ഞാനിവിടെ 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചപ്പാത്തി ഇതുപോലെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് റോൾ ചെയ്ത് ചുറ്റി ഇതുപോലെ ഒന്ന് മുറുക്കി ചുറ്റിയെടുക്കുക. അതിനുശേഷം എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ നൈസായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എത്ര വേണ്ടെന്ന് പറയുന്നവർ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും കേട്ടോ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ, ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് എത്രത്തോളം നൈസായിട്ട് കട്ടാക്കാമോ അത്രത്തോളം നൈസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക. ഇനി അതിലേക്ക് 1 തണ്ട് കറി ലീഫ് ഇട്ട് കൊടുക്കുക. 2 സവാളയും കൂടെ ചേർക്കുക. സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇനി എരിവിന് 1 പച്ചമുളക്, വലിയ പച്ചമുളകായിട്ട് 1 ചെറുതാണെങ്കിൽ 2 എടുക്കുക. ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണിന് താഴെ എടുത്താൽ മതിയാവും ഗരം മസാല, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ കൊത്തുപൊറോട്ടയൊക്കെ തോറ്റു പോകും കേട്ടോ ഈ ടേസ്റ്റിന് മുന്നിൽ. ഇനി നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി വേണ്ടത് 2 മുട്ട പൊട്ടിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട 2 3 ചേർക്കാം, ഞാനിവിടെ 2 എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. സവാളൊക്കെ വഴറ്റുന്ന സമയം ഉപ്പ് നോക്കിക്കോണം. വേണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ആദ്യം ഇട്ട ഉപ്പ് തന്നെ പരുവത്തിനുണ്ട് കേട്ടോ, അത് ഉപ്പ് ചേർക്കാത്ത. വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ചപ്പാത്തി തയ്യാറാക്കിയിരിക്കുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമണം മാറിയതിന് ശേഷം എന്ന് പറയാൻ വന്നാൽ കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ചപ്പാത്തിയിലൊക്കെ നല്ലപോലെ ആവിയൊക്കെ കയറി നല്ലപോലെ എല്ലാത്തിൻ്റെ ആ ഫ്ലേവർ ആ ചപ്പാത്തിയിൽ പിടിച്ച് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും അതൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും.
ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ കിട്ടും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തി ഒന്നും ഒട്ടും വേസ്റ്റായി പോകത്തില്ല. എല്ലാവരും കഴിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എല്ലാവരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്ത് രസമാണ് നോക്കിയേ. മറക്കരുത്, എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.